മമ്മിന്റെയും പപ്പന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഗുരുവായൂർ അമ്പലത്തിലോട്ട് വന്നതാണ്. അപ്പൊ ഞാനും അമ്മയും മാത്രമാണ് വീട്ടിൽ നിന്നുണ്ടായിരുന്നത്. അച്ഛനും അതുപോലെ അനിയത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനും അമ്മമ്മയും അമ്മയും മമ്മിയും പപ്പയും എല്ലാവരും കൂടി നേരെ അമ്പലത്തിലോട്ട് തൊഴുതാൻ പോവാണ്. ഉള്ളിക്ക് ഫോണ് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് തൊഴുതിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരെ തൊഴുതിട്ട് വന്നപ്പോൾ അവിടെ ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നേരം ലൈൻ നിൽക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുറേ നേരമൊന്നും നിന്നില്ല. അത്യാവശ്യം നിന്നാലും നമുക്ക് ഉള്ളിലേക്കൊക്കെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ അന്നദാനം കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ നല്ല തിരക്കുണ്ട്. നല്ലോണം വളഞ്ഞു തിരിഞ്ഞൊക്കെയാണ് ലൈനൊക്കെ നിൽക്കുന്നത്. ഏകദേശം മേലെ എത്തിയിട്ട് താഴെ നോക്കുമ്പോഴാണ് ഇത്രയും തിരക്ക് കണ്ടത്. അപ്പോൾ ഞങ്ങൾ നേരെ എന്തായാലും 2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അന്നദാനമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉള്ളിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പ്രാവിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണ് പറഞ്ഞത് സഹിക്കാൻ പറ്റാത്ത നല്ല ചൂടും വെയിലൊക്കെ ഉണ്ട്. നല്ല വേർക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ സമയത്ത് അവിടുത്തെ ഒരു ചേട്ടൻ നമുക്ക് മയിൽപ്പീലി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടുത്തെ ഫാൻസി ഷോപ്പിലേക്ക് വന്നു. ഇത് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ നല്ല ട്രെൻഡായത് ഷോപ്പായിരുന്നു. എനിക്കിതിൻ്റെ പേര് മറന്നുപോയി ഗൈസ്. അപ്പോൾ ഇവിടെ നിറയെ ഐറ്റംസ് ഉണ്ട്. കുറേ എല്ലാവർക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റി കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാം നോക്കി നടക്കുകയായിരുന്നു. ഇവിടെ പിന്നെ കുറേ നെയിൽസിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്. നിറയെ നെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ എല്ലാം നോക്കി നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ വേറൊരു സംഭവം പെട്ടു. ഇത് വന്നിട്ട് പൈസ ഇട്ട് വയ്ക്കാൻ പൈസൻ്റെ ചിത്രമുള്ള തന്നെ ഒരു പൗച്ച്. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ നോക്കി എല്ലാം അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുമ്പോഴാണ് മേലത്തെ നിലയ്ക്ക് പോയി. അവിടെയാണ് പോകുന്നത് കുറേ ആനയുണ്ട്. പ്ലഷിയാണ്, ഇങ്ങനെ അക്കറിലേക്കാണ്, ഗംഗൻ്റെയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ എന്തായാലും 2 യാണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി വന്നു. എനിക്ക് ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഐസ്ക്രീമാണ് കഴിച്ചത്. ഇവർ ചായയും കടിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.